CPM-ലെ നേതാക്കൾ ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. കാരണം CPM-ലെ പ്രവർത്തകർ വിചാരിച്ചത് കേരള പോലീസിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നത് പോലെ ED ഉദ്യോഗസ്ഥരുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ പുഷ്പം പോലെ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഒരു സിനിമാ സ്റ്റൈലിലേക്ക് ഒരു മാസ് എൻട്രി പോലെ ഇറങ്ങി വരാമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ അടപടലം കേന്ദ്ര ഏജൻസി പൂട്ടിയിരിക്കുകയാണ്. കാരണം കേന്ദ്ര ഏജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ പ്രവർത്തനം, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസമായിട്ടും CPM-ലെ ഈ പ്രമുഖരായ ഒരു പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി കേരള പോലീസ് ഒത്താശ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രവർത്തകന് ജാമ്യം ലഭിച്ചാൽ അവനെ കോടതിയിലിട്ട് തന്നെ പൂട്ടാനായിട്ട് ED നെഞ്ചും വിരിച്ച് നിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. നിലവിൽ വീണ വിജയന്റെ കേസിൽ ഒരു തരത്തിലുമുള്ള പഴുതുകൾ ഉണ്ടാകരുതെന്ന് കർശനമായ നിർദ്ദേശം ഡൽഹിയിലെ EDയുടെ ഹെഡ് ഓഫീസിൽ നിന്നും കൊച്ചിയിലെ ED ഓഫീസിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കൊച്ചിയിലെ ഓഫീസിലേക്ക് EDയുടെ ഡയറക്ടർ, അതായത് ഡൽഹിയിൽ നിന്നുള്ള ഡയറക്ടർ നേരിട്ടെത്തിയാണ് കർശനമായ നിർദ്ദേശം നൽകിയത്. ഓരോ നീക്കങ്ങളും ഡൽഹിയിലുള്ള EDയുടെ ഹെഡ് ഓഫീസുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഓരോ കരുക്കൾ നീക്കിയാൽ മതി എന്ന കർശനമായ നിർദ്ദേശവുമുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമതും വീണ വിജയനെ വിളിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്യാതെ വിട്ടത്. വീണ നിരപരാധിയായതുകൊണ്ടല്ല, കർശനമായി എല്ലാ തെളിവുകളും ശേഖരിച്ച് പഴുതുകൾ അടച്ചുകൊണ്ട് വീണയെ നിർത്തി അങ്ങ് പൂട്ടുക, ഒരർത്ഥത്തിലും ഒരു ലുക്ക് പോയിന്റ് പോലും ഇടാതെ അടപടലം പൂട്ടുക എന്നൊരു നിർണായകമായ ഒരു നീക്കം EDക്ക് രാജ്യ തലസ്ഥാനത്ത് നിന്നും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീണയെ അന്ന് രണ്ടാമത് ചോദ്യം ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്യാതെ രാത്രി ഒരു 8:30 മണിയായപ്പോഴത്തേക്ക് വിട്ടിട്ട് വീണ്ടും അടുത്ത ആഴ്ച ഹാജരാവാൻ വേണ്ടി സമൻസ് കൊടുത്തയച്ചു വിട്ടത്. കൂടാതെ ഈ ഒരാഴ്ച പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലേക്ക്, അതായത് 10 വർഷം പിണറായി വിജയൻ ഭരിച്ചതിന്റെ ആ ഒരു പ്രവർത്തനങ്ങളിലേക്ക് ED വീണ്ടും തിരിയാൻ പോവുകയാണ്. അതായത് വീണ വിജയൻ പിണറായിയുടെ മകളാണ്. സ്വാഭാവികമായി പിണറായി വിജയൻ IT വകുപ്പാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു നേട്ടം വീണയുടെ എസലാലോജിക്കൽ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ EDക്ക് നല്ലപോലെ അറിയാം. അത് SFIക്കും അറിയാം, ഇൻകം ടാക്സിലെ സെറ്റിൽമെന്റ് ബോർഡിനും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ എസലാലോജിക്കലിനും CMRലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാകും. അതായത് അച്ഛൻ വഴി മകൾക്കും മകളുടെ കമ്പനിക്കും CMRനും ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു നീക്കത്തിലാണ് ED നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി മന്ത്രിസഭയിലെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാലത്തെയുള്ള ആ ഒരു നീക്കങ്ങളിലേക്ക് പോവാനായിട്ട് ED ഇപ്പോൾ ഒരു തീരുമാനമെടുത്തത്. അതായത് പിണറായി വിജയൻ മുഖേന എസ്ലാലോജിക്കലിലേക്ക് CMRലെ നേരെ എസ്ലാലോജിക്കലുമായി കണക്ട് ചെയ്തോ അല്ലെങ്കിൽ അവരുമായി ഒരു ബന്ധം പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ED ഇപ്പോൾ നോക്കുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കർശനമായ ഒരു സുരക്ഷയെല്ലാം ഒരുക്കിയതിനു ശേഷമായിരിക്കും പിണറായി വിജയനെ സമൻസ് നൽകി വിളിച്ചു വരുത്താൻ പോകുന്നത്. ഇതിലിപ്പോ 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ പിണറായി വിജയന്റെ പങ്ക് എന്താണ് എന്നാണ് ED ഇപ്പോൾ പരിശോധിക്കുന്നത്. അന്വേഷണം പിണറായിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ പ്രവർത്തകർ ഇടപെടേണ്ടതില്ല എന്ന ഒരു നീക്കത്തിലേക്കാണ് CPM പ്രവർത്തകർ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ NCB, അതായത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത സമയത്ത് പിണറായി വിജയൻ എടുത്ത നിലപാട് എങ്ങനെയാണോ ആ ഒരു നീക്കങ്ങൾ മതി, ആ ഒരു നിലപാട് മതി പിണറായി വിജയന്റെയും മകളുടെയും കാര്യത്തിൽ എന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ പാർട്ടി എത്തുന്നത്. കാരണം വീണയ്ക്ക് CMRലുമായി കരാർ ലഭിച്ചത് എങ്ങനെയെന്ന് ED ഇപ്പോൾ പരിശോധിക്കുകയാണ്. പിണറായി സർക്കാർ കാലത്ത് CMRലിന് സർക്കാർ തലത്തിൽ ഏതെങ്കിലും ഒരു വഴിവിട്ട ഒരു സഹായങ്ങൾ കിട്ടിയോ എന്നാണ് ED ഇപ്പോൾ പരിശോധിക്കുന്നത്. EDക്ക് ഒരു പ്രധാനപ്പെട്ട തെളിവ് കിട്ടിയിട്ടുണ്ട്. എസലാലോജിക്കൽ എന്ന സ്ഥാപനം, അതായത് വീണയുടെ എസലാലോജിക്കൽ കമ്പനി CMRലിന് 1 രൂപയുടെ സഹായം പോലും ചെയ്ത് നൽകിയിട്ടില്ല. അവർ ഒരു തരത്തിലുമുള്ള സോഫ്റ്റ്വെയർ CMRലിന് നൽകിയിട്ടില്ല എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. അത് വീണയോട് ചോദിച്ചപ്പോഴും വീണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഈ 2.75 കോടി രൂപ വീണയ്ക്ക് കിട്ടി എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി, അത് അങ്ങനെയൊക്കെയുള്ള ഒരു മുട്ടന്യായം വീണ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയനിലേക്കും കൂടെ ED ഇപ്പോൾ അന്വേഷണത്തിലേക്ക് എത്തുന്നത്. അത് രണ്ടാമത്തെ ചോദ്യം ചെയ്തപ്പോൾ മകൾ തന്നെ അച്ഛന് ഒരു കുഴി ഒരുക്കി കൊടുത്തു, അല്ലെങ്കിൽ തടവറയിലേക്ക് പോകാനുള്ള ഒരു വഴി മകൾ തന്നെ EDക്ക് ഇട്ടുകൊടുത്തു എന്നതിന്റെ ഒരു നീക്കമാണ് പിണറായി വിജയനിലേക്കും കൂടെ അന്വേഷണം വ്യാപിപ്പിക്കാൻ ED ഇപ്പോൾ തീരുമാനിച്ചത്. CMRൽ നിന്ന് 2.78 കോടി രൂപ വീണ കൈപ്പറ്റി എങ്ങനെയെന്ന് ഈ തുക വിനിയോഗിച്ചതുമായി സംബന്ധിച്ച് വ്യക്തമായി ഒരു ഉത്തരം നൽകാൻ വീണയ്ക്ക് രണ്ടാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴും വീണ നൽകിയിട്ടില്ല.
ഒരുവിധം സേവനം നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൈപ്പറ്റിയ തുകയ്ക്ക് പിന്നിലെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമാണെന്ന് ഇ ഡി ഇപ്പോൾ കണക്കുകൂട്ടുകയാണ്. ഈ തുക എവിടെ ചെലവഴിച്ചു എന്നത് വ്യക്തത വരാത്തത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിലേക്ക് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നതാണ് ഇ ഡി ഇപ്പോൾ പറഞ്ഞത്. പ്രധാനമായും കരാർ ലഭിച്ച സാഹചര്യമാണ് ഇ ഡി പരിശോധിക്കുക. എസ്ലാലോജിക്കലും അതോടൊപ്പം തന്നെ CMRലും തമ്മിലെ ഇടപാട് കേവലം വാണിജ്യ കരാർ മാത്രമാണോ അതോ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയതാണോ എന്നാണ് അന്വേഷണ ഏജൻസി പ്രധാനമായും ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത്. ഇതാണ് ആദ്യ പിണറായി സർക്കാരിലേക്ക് അന്വേഷണം കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കൂടാതെ വീണ വിജയന്റെ ആയുർവേദ കോളേജിലുള്ള HDFC ബാങ്കിൽ ആദ്യം ഒരു പരിശോധനയൊക്കെ നടക്കുന്നതിന് മുന്നേ, അതായത് SFIO ഈ കേസിലേക്ക് ഇടപെടുന്നതിന് മുന്നേ അന്വേഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ വിജയൻ ആ ലോക്കറിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ മാറ്റി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ED ഉദ്യോഗസ്ഥർ EDയുടെ ഒരു അന്വേഷണം വരുമെന്ന് മനസ്സിലായതോടുകൂടി തന്നെ ആ ലോക്കറിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകൾ വീണ വിജയൻ മാറ്റി. അത് ഗൗരവത്തോടെയാണ് ED ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആ രേഖകൾ എവിടെയെന്ന് ചോദിച്ചപ്പോഴൊന്നും തന്നെ എനിക്ക് മനസ്സറിവില്ല എന്നൊക്കെയുള്ള ഒരു ഉത്തരമാണ് വീണ നൽകിയത്. കൂടാതെ ഈ വീണ വിജയൻ ആദ്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നൽകിയ മൊഴികളുണ്ടായിരുന്നു. ആ മൊഴി കൃത്യമായിട്ട് തന്നെ SFIO റെക്കോർഡ് ചെയ്തുകൊണ്ട് EDക്ക് നൽകി. ആ മൊഴിയിൽ നിന്ന് ലഭിച്ച 134 രേഖകൾ അടക്കം ഉള്ള മൊഴികൾ അത് ED ചോദിച്ചപ്പോൾ വീണ പറഞ്ഞ ഉത്തരം വേറെയാണ്. അതായത് SFIക്ക് നൽകിയ മൊഴിയല്ല വീണ വിജയൻ EDക്ക് നൽകിയത്. SFIക്ക് വീണ വിജയൻ നൽകിയ മൊഴി കൃത്യമായി തന്നെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ മൊഴിയെല്ലാം EDക്ക് നൽകുകയും ചെയ്തു. പക്ഷെ അത് ചോദിച്ചപ്പോഴെല്ലാം അവർ രണ്ടും കൂടെ വെച്ച് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ, താരതമ്യം ചെയ്തപ്പോൾ രണ്ടിലും വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. മൊഴികളിലുള്ള വ്യത്യാസം, വൈരുദ്ധ്യം, പൊരുത്തക്കേടുകളുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ രേഖകൾ കാണിച്ച് ചോദിച്ചപ്പോഴും വീണ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നത് വലിയൊരു അട്ടിമറി എസ്ലാലോജിക്കലിനിടയിലും CMRനിടയിലും നടന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ വീണ പറയുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വീണ ഓഫീസിലേക്ക് കയറുന്നത് മുതൽ ചോദ്യം ചെയ്യാനുള്ള ഇന്റർഗ്രേഷൻ റൂമിൽ, അത് വീണയുടെ ഇന്റർഗ്രേഷൻ റൂമിൽ ഇരിക്കുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ED ഉദ്യോഗസ്ഥർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മൊഴികൾ മുൻ സർക്കാരിന്റെ കാലത്തെ തീരുമാനങ്ങളുമായി ഒത്തുനോക്കി അഴിമതിയുടെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഏറ്റവും ഈ ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ CPM പ്രവർത്തകർ പറയുന്നത് ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണെന്നാണ്. പക്ഷേ ഇത് ആദ്യം ED അല്ല കളത്തിലേക്ക് വരുന്നത്. ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിൽ അവർ നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ എസ്ലാലോജിക്കൽ കമ്പനിയും CMRും തമ്മിൽ എന്തോ ഒരു വഴിവിട്ട ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത് രണ്ട് വാണിജ്യ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് നേരെ ഇത് SFIക്ക് കൈമാറുന്നു. SFIO അന്വേഷണം നടത്തുന്നു. വീണ വിജയനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ കൊച്ചിയിലും ഡൽഹിയിലൊക്കെ ആയിട്ട് മാറി മാറി ചോദ്യം ചെയ്തതിനു ശേഷമാണ് SFIO പ്രാഥമികമായി ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. രണ്ട് സ്ഥാപനങ്ങളും CMRും എസ്ലാലോജിക്കലും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുമായി തമ്മിൽ ഒരു മാസപ്പടി ഇടപാട് നടന്നിട്ടുണ്ട്. ഒരു പണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട്. അത് SFIയുടെ പരിധിയിൽ വരുന്നതല്ല. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED അത് അന്വേഷിക്കണം. അതുകൊണ്ട് SFIO നേരെ അത് EDയിലേക്ക് റെഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ED അന്വേഷണം ഈ കേസിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി മൊത്തത്തിൽ ഒരു പൊരുത്തക്കേടുകൾ ഈ വീണയുടെ ചോദ്യം ചെയ്യലിൽ അത് വീണ പറഞ്ഞ ഉത്തരങ്ങളിൽ ഉണ്ടെന്നാണ് ED പറയുന്നത്. കൃത്യമായി തന്നെ ആദ്യം വീണ മൊഴി നൽകിയിരുന്നുവെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തോടു കൂടി തന്നെ വീണയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകി അന്ന് ED നല്ല രീതിയിലേക്ക് വിടുമായിരുന്നു. രണ്ടാമതും കൃത്യമായി എല്ലാ തെളിവുകളൊക്കെ ഹാജരാക്കിയിരുന്നുവെങ്കിൽ അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വീണയ്ക്ക് ചായയോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ നൽകി ക്ലീൻ ചീറ്റ് നൽകി സന്തോഷത്തോടെ EDയുടെ ഉദ്യോഗസ്ഥർ ടാറ്റ പറഞ്ഞു വിടുമായിരുന്നു. പക്ഷെ അവിടെയും വീണ പപ്പ അടിക്കുന്ന ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് മൂന്നാമതും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. സ്വാഭാവികമായും മൂന്നാമതും അറസ്റ്റിന്റെ സാഹചര്യം തള്ളിക്കളയാൻ കഴിയുന്നില്ല.